കൊറിയയിലെത്തിയിട്ട് ഒരു മാസമായതുകൊണ്ട് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനും പിന്നെ ഇന്ത്യൻ ഫുഡ് ചെറുതായിട്ടൊന്ന് മിസ് ചെയ്തതുകൊണ്ടും ഞങ്ങളിന്ന് ഇന്ത്യൻ ഫുഡ് അന്വേഷിച്ചാണ് ഇറങ്ങിയത്. ഒരുപാട് അന്വേഷിച്ചിട്ട് അവസാനം ഡേജിങ് സ്റ്റേഷൻ അടുത്തായിട്ട് നേപ്പാൾ ഇന്ത്യ ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാഗർമാത എന്ന റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കണ്ടെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിരിയാണീസ്, ദാൽ ചാവൽ, ചായ, ഒരുപാട് ഇന്ത്യൻ ഫുഡ് നമുക്ക് അവിടെ അവൈലബിൾ ആണെന്ന് കണ്ടു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഫുഡ് ഷെയർ ചെയ്യാമെന്നുള്ള നിഗമനത്തിലെത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പ്ലേറ്റ് മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. 13,000 വോണാണ് ഒരു മട്ടൻ ബിരിയാണിയുടെ റേറ്റ്. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ 2 പ്ലേറ്റിൽ ഒതുക്കിയത്. ബിരിയാണി അപാര ടേസ്റ്റായിരുന്നു. ഒരു മാസത്തിന് ശേഷം ബിരിയാണി കഴിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്വാണ്ടിറ്റി കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായത്. കാരണം ഒരാൾക്കത് വർത്താണെങ്കിലും 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അതിലില്ല. ഒരുപാട് നാൾക്ക് ശേഷം ബിരിയാണി കിട്ടിയതുകൊണ്ടും അപാര ടേസ്റ്റ് ആയതുകൊണ്ടും ഞങ്ങളത് ആസ്വദിച്ച് തന്നെ കഴിച്ചു. ബിരിയാണിയും കഴിച്ചു കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങിയത്. മുൻപ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടും പേരിനൊരു വ്യത്യസ്തത ഉള്ളതുകൊണ്ടും ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്ത ഐറ്റം മട്ടൻ ചോമീനാണ്. ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ കുറച്ച് മുന്നേ കഴിച്ച ബിരിയാണിയായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഞങ്ങൾക്കിതങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് അടിക്കൽ മഹാമഹം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ടേബിളിൽ ടിഷ്യൂ ഇല്ലെന്നറിഞ്ഞത്. ബിബിനതോ ഉടനെ ഓടി അപ്പുറത്തെ ടേബിളിൽ നിന്ന് ടിഷ്യൂ അടിച്ചു മാറ്റൽ ആരംഭിച്ചു. എല്ലാം കഴിഞ്ഞ് സാഗർമാതയുടെ അടുത്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കാണ് തണുത്തതെന്തെങ്കിലും കുടിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നിയത്. നേരെ തന്നെ ഞങ്ങൾ 7-Eleven കയറി. അവർക്കാർക്കും കൺഫ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് അവരാദ്യമേ ബനാന മിൽക്ക് എടുത്തു. ഞാൻ ഒത്തിരി നേരം നോക്കി നിന്നിട്ട് അവസാനം ഞാനും ബനാന മിൽക്ക് തന്നെ എടുത്തു. അങ്ങനെ ബില്ലും പേ ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് വെറുതെ വഴി കൂടെ പോയൊരു പട്ടി ഞങ്ങളെ നോക്കി അങ്ങോട്ട് കുരയ്ക്കാൻ തുടങ്ങി. ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് തോന്നി ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്കൂട്ടായി. നേരെ ഞങ്ങൾ പോയത് സ്കൈ റോഡിലാണ്. അവിടെ സാധനങ്ങളെല്ലാം അത്യാവശ്യം ചീപ്പർ റേറ്റിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥിരം ഷോപ്പിംഗ് ഏരിയയാണ്. അങ്ങനെ 1 മണിക്കൂർ സ്കൈ റോഡ് മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം മുട്ട മാത്രം മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. ടാറ്റാ ബൈ ബൈ.